ഈ സാരി എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ എന്ന് തോന്നുന്നുണ്ടോ? എന്നാ അത് തോന്നലല്ല, കണ്ടിട്ടുണ്ട്. ഇതിന്റെ ഫോട്ടോസ് ഞാൻ ഓൾറെഡി പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞു. വീഡിയോ എഡിറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോ കുറച്ച് ടൈം എടുത്തു. കല്യാണ തലേന്ന് വിശേഷങ്ങളെല്ലാം നിങ്ങൾ കണ്ടില്ലേ? ഇന്നാണ് നമ്മുടെ കിച്ചപ്പന്റെ കല്യാണം. താലി കെട്ട് ഗുരുവായൂർ വെച്ചിട്ടാണ്. അപ്പൊ വെളുപ്പിന് 5 മണിക്ക് ഞങ്ങൾ എല്ലാവരും റെഡി ആയി നിക്കാണ് കേട്ടാ. പിന്നെ പ്രശാന്തേട്ടനും മക്കളും ഈ കല്യാണത്തിൽ ഇല്ല, ഞാൻ മാത്രമേ ഉള്ളൂ. പ്രശാന്തേട്ടൻ ബിസിയാണ്, പിള്ളേര് പോട്ടയിലാണ്. അതാണ് ഫോട്ടോഗ്രാഫർ ചോദിക്കുക, ചേച്ചി പിള്ളേരോന്ന് അവരൊന്നും കൊണ്ടിട്ടില്ല എന്ന് പറയും ഞാൻ ട്ടാ. കോട്ടയില് വേറൊരു പ്രോഗ്രാം ഉണ്ട്, അതിന് അവര് പോയിക്കാണ് കേട്ടാ. പിന്നെ ഇതാ ഈ ചുള്ളത്തിമാരൊക്കെ എന്റെ അനീതി കുട്ടികളാണ്. അങ്ങനെ ഞങ്ങൾ എല്ലാവരും ഇറങ്ങാണ്. ഈ ബസ്സിൽ എല്ലാരും കൂടിയിട്ട് പോവാണ് ഗുരുവായൂർക്ക് കേട്ടാ. പിന്നീടല്ലോ ഗുരുവായൂർ വന്നിട്ടേ നമ്മൾ അവിടെ കുറെ ഫോട്ടോസ് ഒക്കെ എടുത്തിട്ട് പോസ്റ്റ് ചെയ്തിട്ടുണ്ടായില്ലേ? അപ്പോഴൊക്കെ കുറെ ആൾക്കാർ വന്ന് സംസാരിച്ചു കേട്ടാ. വീഡിയോസ് ഒക്കെ കാണാറുണ്ട്, ഇഷ്ടമാണെന്നൊക്കെ പറഞ്ഞിട്ട്. എന്തായാലും ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. പിന്നെ സാരി കൊളാബ് അല്ല, കല്യാൺ സിൽക്സ് ചാലക്കുടിന്ന് വാങ്ങിച്ചതാണ് കേട്ടാ. ഇതാണ് നമ്മുടെ കല്യാണ പെണ്ണ് ലക്ഷ്മിക്കുട്ടി. ശ്രീലക്ഷ്മി എന്നാണ് പേര്, ലക്ഷ്മി വിളിക്കും ഞങ്ങള്. അപ്പൊ നമ്മുടെ താലികെട്ടിന്റെ കോസ്റ്റ്യൂം ഒരു സെറ്റും ഉണ്ടായിരുന്നു കേട്ടാ. നമ്മുടെ ഗുരുവായൂരപ്പന്റെ നടക്കി വെച്ചതാ. താലികെട്ടൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടാ. എന്തൊക്കെ പറഞ്ഞാലും ഗുരുവായൂരപ്പന്റെ നടക്കുള്ള താലികെട്ട് ഒരു വല്ലാത്ത ഫീൽ തന്നെയാണല്ലേ. അവിടെ വെച്ചുള്ള താലികെട്ട് മാത്രല്ല, അവിടെ ചെന്നാ തന്നെ നമുക്ക് വേറൊരു വൈബാണ്. എന്തോ ഒരു പോസിറ്റീവ് എനർജിയാണ് കേട്ടാ. അപ്പൊ നമ്മുടെ കിച്ചപ്പന്റെയും ലക്ഷ്മിക്കുട്ടിയുടെയും കല്യാണം, അതായത് താലികെട്ട് ഇവിടെ കഴിഞ്ഞിരിക്കുകയാണ്. അവര് ഭഗവാനെയൊക്കെ തൊഴുത് ഫോട്ടോഷൂട്ടൊക്കെ എടുക്കുമ്പോഴത്തേക്കും ഞങ്ങൾ ഫുഡ് അടിയും കഴിഞ്ഞ് വണ്ടിയിൽ കയറിയിട്ടുണ്ട്. ഇനി നമുക്ക് കല്യാണ ഹാളിലേക്ക് പോവണ്ടേ? അങ്ങനെ നമ്മള് കല്യാണ ഹാളിൽ എത്തിയിട്ടുണ്ട്. ചെക്കന്റെ കാല് കഴിക്കലും ആരതി എടുക്കലും താലം പിടിച്ച കുട്ടികള് അവരെ സ്റ്റേജിലേക്ക് കൊണ്ടുവരുന്ന പരിപാടിയൊക്കെ കഴിഞ്ഞ് ചെക്കനും പെണ്ണും അങ്ങോട്ടും ഇങ്ങോട്ടും വരമാല ഇടിയിപ്പിക്കലും അമ്മായിയമ്മ താലിമാല ഇടിയിപ്പിക്കലും അങ്ങനെ ചടങ്ങുകളായിരുന്നു. പിന്നെ പാലും പഴം കൊടുക്കലും എല്ലാ സ്ഥലത്തും ഉള്ളതാണല്ലോ. അതിന്റെ ഇടയിൽ ഇവിടെ വേറെ എന്തൊക്കെയോ നടക്കുന്നുണ്ട്. ഇനി എന്നാ നമുക്ക് ഫോട്ടോ സെക്ഷനിലേക്ക് കടക്കാം അല്ലെ. ഇതാണ് നമ്മുടെ ലക്ഷ്മിയുടെയും കിച്ചപ്പന്റെയും ഫുൾ ഫാമിലി ട്ടാ. ഇത് നമ്മുടെ താരമ്മ, ഇത് നമ്മുടെ രഞ്ജേച്ചിയാണ് കേട്ടാ. പിന്നെ ഞങ്ങളുടെ ചെക്കന്റെ വീട്ടുകാരെല്ലാവരും നിരന്ന് നിന്ന് ഫോട്ടോഗ്രാഫറിന്റെ കഴിവിനെ ചോദ്യം ചെയ്യുന്ന രീതിയിൽ ഒരു ഫോട്ടോ. പിന്നെ നമ്മുടെ സംഗീതേച്ചി പാറുവിന്റെ ഫാമിലിയൊക്കെ ആയിട്ട് ഒരു ഫോട്ടോ. പിന്നെ ഞങ്ങൾ ഗേൾസ് ഓൺലി ഒരു ഫോട്ടോ. ഇനി ഞാൻ ഫുഡ് അടിക്കാൻ പോകുമ്പോ ഒരാളെയും കൂടി കാണിച്ചു തരാം. പ്രശസ്ത ഇൻഫ്ലുവൻസർ ആയിട്ടുള്ള ഷിഹാദ് ആണ്, നമ്മുടെ കിച്ചപ്പന്റെ ചങ്കാണ് കേട്ടാ. അങ്ങനെ നമ്മുടെ ചെക്കനും പെണ്ണും ഭക്ഷണം കഴിച്ചു കഴിഞ്ഞു. ഇനിയിപ്പോ എന്ത് നോക്കാനാ, നമുക്ക് തിരിച്ചു പോവാൻ. വണ്ടി കയറി അങ്ങോട്ട് തകർക്കാം. അങ്ങനെ ഞാനും ഗോപിക്കും ബിന്ദേച്ചും താരേച്ചൊക്കെ ആയിട്ട് തകർത്ത് വീട്ടിലെത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് ചെക്കനും പെണ്ണിനും വീട്ടിലേക്ക് കയറ്റാലേ. അങ്ങനെ അവര് രണ്ടുപേരും ആരതിയൊക്കെ ഒഴിഞ്ഞ് വിളക്കൊക്കെ കൊടുത്ത് വലതുകാല് വെച്ചതാ രണ്ടുപേരും കയറിയിട്ടുണ്ട്. ഇനി പാലും പഴം കൊടുക്കലും കുറച്ച് ചടങ്ങുകളൊക്കെയാണ്. കല്യാണേ കഴിഞ്ഞിട്ടുള്ളൂ. പാർട്ടിയുടെ വീഡിയോ വരുന്നുണ്ട് കേട്ടാ. അപ്പൊ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.